അപ്പോൾ ഗുഡ് മോർണിംഗ് ഫ്രം കോയമ്പത്തൂർ. ഇനി അങ്ങോട്ട് കോയമ്പത്തൂർ സ്പെഷ്യൽ വീഡിയോസ്, വ്ളോഗ്സ്, ഷോർട്സ് ഒക്കെ ആയിരിക്കും കേട്ടോ. എങ്കിൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് വാട്ട് ഐ ഈറ്റിനിടെ ആയാലോ. ലാക്ടോസ് ഇൻടോളറൻ്റ് ആയതുകൊണ്ട് തന്നെ പാലില്ലാതെ വേണം എല്ലാം കുടിക്കാൻ. അതുകൊണ്ട് എൻ്റെ ബ്രൂ കോഫി ഇട്ട് കുടിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി ആയിരുന്നു. ഇഡലി വിത്ത് വൈറ്റ് ചട്നി, വെള്ളച്ചമ്മന്തി. അത് നല്ല കടുകൊക്കെ താളിച്ച് ആ കുഞ്ഞുള്ളിയൊക്കെ ഇങ്ങനെ മൂപ്പിച്ചിട്ട് അടിപൊളി വൈറ്റ് ചമ്മന്തി. അത് കഴിഞ്ഞ് ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷൻസ് ആണ്. വള്ളിപ്പയർ ഉണ്ടായിരുന്നു. അത് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ട് മെഴുക്ക് വരട്ടാനായിരുന്നു പ്ലാൻ. അതിനിടയ്ക്ക് പിച്ചാത്തി തട്ടി കൈമുറിഞ്ഞു. ഇതൊക്കെ അരിഞ്ഞ് തീരാറായപ്പോഴാണ് കേട്ടോ ഇത് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലഡൊന്നും അതിനകത്തൊന്നും ആയൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ കുറച്ച് സ്നാക്സ് ഒക്കെ ആയിട്ട് വന്നു. ഡ്രൈ കിവി അവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഒന്നും ഇഷ്ടമല്ല, എന്നാലും ഒരെണ്ണം ഞാൻ കഴിച്ചു. അപ്പോൾ നെക്സ്റ്റ് പൊട്ടിച്ചത് ഈ ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചോക്കോ ചിപ്പൊക്കെ കിടക്കുന്ന കുക്കീസ്. അപ്പോൾ ഇനി ലഞ്ച് കണ്ടാലോ. ഇതാണ് ഞാൻ പയർ വെച്ച് ഉണ്ടാക്കിയ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തേക്കും പറഞ്ഞ് തേങ്ങയും കൂടെ ഇടാൻ. അപ്പോൾ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടുമല്ലോ. എന്നിട്ട് ചോറൊക്കെ ഊറ്റി വെച്ചു. കൂടെ നമ്മുടെ കട്ട് മാങ്കോ പിക്കിളും കൂടെ ഉണ്ടായിരുന്നു. അതില്ലാതെ ഒരു ഗുമ്മില്ല. പിന്നെ തൈര്. ഇതൊക്കെ ഇവിടെ തമിഴ്നാട്ടിൽ കഴിക്കുന്ന സാധനമാണ് കേട്ടോ. എനിക്ക് എന്തോ ഇഷ്ടമല്ല. ഇത് അനിയന് കൊടുക്കാൻ വേണ്ടി ഞാൻ വിളമ്പിയ പ്ലേറ്റാണ്. അവന് തോനെ തൈരൊക്കെ വേണം. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം പൊരിച്ചിട്ട് അതും വെച്ചിതാ സെർവ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. തൈരുണ്ടെങ്കിൽ തന്നെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്തോ അതങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ചാറും തോരനും പപ്പടവും കൂട്ടി മാത്രം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സ്വീറ്റ് ആവണ്ടേ. ഉച്ചയ്ക്ക് ഇവർ ബേക്കറി പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഈ ജാം റോൾ. ഇത് 2 30 റുപ്പീസാണ് കേട്ടോ. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും ഞാനും അനിയനും കൂടെ പുറത്തോട്ട് പോയി. കാരണം എന്താണെന്നറിയാവോ, അവന് മുടി വെട്ടണം. മുടിയൊക്കെ ഭയങ്കരമായിട്ട് വളർന്ന് കിടക്കുമായിരുന്നു വെക്കേഷനായിട്ട്. അങ്ങനെ ബോക്സൊക്കെ ഇട്ട് വെട്ടാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഈ 2 ആ ടി വിയിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. ആ ഇരിക്കുന്നവനാണെങ്കിൽ ആ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. വെട്ടുന്ന ആളാണെങ്കിലോ അത് അതിനേക്കാട്ടി പഷ്ട്. അയാളാണെങ്കിൽ വെട്ടുന്നുമുണ്ട്, ട്രിം ചെയ്യുന്നുമുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് സീരിയൽ കാണുന്നുമുണ്ട്. അത് നോക്കാതിരിക്കാൻ അയാൾക്ക് പറ്റുന്നില്ല. ഞാൻ പേടിച്ചിരിക്കുക, ദൈവമേ കൊച്ചിൻ്റെ മുടി ഇയാൾ എന്താക്കി വെക്കുമോ. അയാൾ ആ ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്കങ്ങ് പേടിയാണ് ഇത് എന്തായി തീരുമെന്ന്. ബോക്സർ കട്ട് വെട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ്റെ മുഖത്തുനിന്ന് എനിക്ക് മനസ്സിലായി അവൻ അത് ഇഷ്ടപ്പെട്ടില്ല. അവൻ്റെ മുടി പോകുന്നത് അവന് ഇഷ്ടമല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി നൈറ്റ് ഫുഡ് കഴിക്കണ്ടേ. അപ്പം ഞാൻ തന്നെ ഒരു കറി ഉണ്ടാക്കി. അതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇതുപോലെ ബുൾസൈ ആക്കി ബോയിൽ ചെയ്തെടുക്കുമല്ലോ, അങ്ങനത്തെ ഒരു കറിയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പോകുന്നത് രാവിലത്തെ ഇഡലി ഉണ്ടല്ലോ, അത് ബാക്കി വന്നു. അതിങ്ങനെ വെട്ടി ക്യൂബ്സ് ആയിട്ട് ഇട്ടിട്ട് അതിലേക്ക് ആ കറിയുടെ ഗ്രേവി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യും. ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലെഫ്റ്റ് ഓവേഴ്സ് ആയിട്ടുള്ള എന്ത് ഫുഡ് വന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തങ്ങ് കഴിക്കും കേട്ടോ. ഒന്നും വേസ്റ്റ് ആക്കത്തില്ല. അങ്ങനെ കുറച്ച് ചോറും കുറച്ച് ഇഡ്ഡലി മിക്സും പിന്നെ തോരനും ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ മുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഗൈസ് എന്നെ പോലെ?